പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ രൂക്ഷമായി ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലാണ് വിമർശനം ഉന്നയിച്ചത്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ തീവ്രവാദികളെ എന്നും സംരക്ഷിക്കുകയും തീവ്രവാദികളെ ആയുധം അണിയിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു പതിവ് രീതി പാകിസ്ഥാനുണ്ട്. ഇപ്പോൾ UN-ലും നമ്മൾ കാര്യമായി അവരെ വിമർശിച്ചിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? പാകിസ്ഥാനെതിരെ ഇന്ത്യ അതിശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ തെമ്മാടി രാഷ്ട്രമെന്നാണ് ഇന്ത്യ UN-നുമായി ബന്ധപ്പെട്ട ഭീകരതയ്ക്ക് ഇരയായവരുടെ പുനരധിവാസം, അവരുടെ താമസമടക്കമുള്ള മറ്റു സംവിധാനങ്ങൾ, ഇതിനൊക്കെ വേണ്ടി പുതുതായി UN രൂപീകരിച്ചിട്ടുള്ള വിക്ടിംസ് ഓഫ് ടെററിസം നെറ്റ്വർക്ക്സ് എന്ന അതുമായി ബന്ധപ്പെട്ടുള്ള രൂപീകരണ യോഗത്തിലാണ് ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനെ വിമർശിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ തീവ്രവാദത്തിന്, ഭീകരവാദത്തിന് വെള്ളവും വളവും കോരിയിടുന്ന രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ തന്നെ അവരുടെ ചെയ്തികൾ, അവരെന്തൊക്കെയാണ് ഈ ഭീകരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ അസ്ഥിരതയുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ തന്നെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം പ്രകടമായത് ആണ് എന്നുമാണ് UN-ന്റെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ യോജന പട്ടേൽ രൂക്ഷമായി വിമർശിച്ചത്. ഖ്വാജ ആസിഫ് തന്നെ പറഞ്ഞു, കഴിഞ്ഞ 3 ദശാബ്ദങ്ങളായി തങ്ങൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും അടക്കമുള്ള അത്തരം രാജ്യങ്ങളുടെ, അത്തരം പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയാണ് ഇക്കാര്യത്തിൽ തങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിലൂടെ വ്യക്തമാകുന്നത് ഈ മേഖലയിലാകെ പാകിസ്ഥാൻ ഭീകരതയിലൂടെ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നതാണ്. ഇത് ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത് എന്നും ഇന്ത്യ പറഞ്ഞു. ഇത്തരം UN-ന്റെ അടക്കമുള്ള വേദികളെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇടമാക്കിയും അതോടൊപ്പം തന്നെ നുണപ്രചരണങ്ങൾക്കുള്ള സ്ഥലമാക്കിയും മാറ്റരുതെന്നും പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ യോജന പട്ടേൽ വിമർശിക്കുകയും ചെയ്തു. ഏതായാലും രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള പിന്തുണ, വലിയ പിന്തുണ, ആ പിന്തുണ കൂടുതൽ ശക്തമാക്കി മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മന്ത്രി തന്നെ നടത്തിയ തുറന്നുപറച്ചിലൂടെ ആ തുറന്നുപറച്ചിൽ കൂടി ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതും. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞ കാര്യം എന്താണ് നമുക്കൊന്ന് കേൾക്കാം, ആ ഡയലോഗ്. The whole world has heard Pakistan's Defense Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training and funding terrorist organizations in a recent television interview. This open confession surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. The world can no longer turn a blind eye. I have nothing further to add.